ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും കോർപ്പറേറ്റ് റെഗുലേഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത് സാറ്റ് സെക്യൂരിറ്റീസ് അപ്പാലറ്റ് ട്രിബ്യൂണൽ എന്താണെന്നുള്ളതാണ്. ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ സെബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോർപ്പറേറ്റ് റെഗുലേഷൻസിന്റെ മറ്റെല്ലാ വീഡിയോസിന്റെയും തന്നെ ലിങ്കുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതിയാവും. കൂടാതെ എൻ്റെ സ്ക്രീൻ ശ്രദ്ധിക്കുക, ഐ ബട്ടൺ ശ്രദ്ധിക്കുക. മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നൽകുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് ഇതിനകത്ത് പറയുന്നത് നോക്കാം. വളരെ ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ സെക്യൂരിറ്റീസ് അപ്പാലറ്റ് ട്രിബ്യൂണൽ. നമുക്കറിയാം, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊട്ടക്ടിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ സെക്യൂരിറ്റീസ് and promote the development of and to regulate the securities market and for all other connected matters. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെ സെക്യൂരിറ്റീസിലുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അതുപോലെ സെക്യൂരിറ്റി മാർക്കറ്റും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, ഈ കാര്യങ്ങൾക്കെല്ലാം ഉത്തരവാദിയുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്ഥാപനമാണ് സെബി എന്ന് നമുക്കറിയാം. But to protect and be responsive to the need of 3 groups of people. ഈ പറയുന്ന ഈ ഒരു ഫീൽഡിൽ വരുന്ന 3 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ഇഷ്യൂർ ഓഫ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നവര്, ഇൻവെസ്റ്റേഴ്സ് നിക്ഷേപകര്, ആൻഡ് മാർക്കറ്റ് ഇന്റർമീഡിയറീസ് ഇവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഇടനിലക്കാര്. ഈ 3 ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെയും ആവശ്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ റെസ്പോൺസീവ് ആകുന്നതിനൊക്കെ വേണ്ടിയിട്ട് സെബി ഹാസ് ക്വാസി ലെജിസ്ലേറ്റീവ്, ക്വാസി ജുഡീഷ്യൽ ആൻഡ് ക്വാസി എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്. സെബിക്ക് 3 ഫങ്ഷൻസ് ഉണ്ട്. ക്വാസി ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്, ക്വാസി എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ഉണ്ട്. ഇതിനകത്ത് സിൻസ് ദീസ് പവേഴ്സ് മേക്ക് സെബി എ വെരി പവർഫുൾ ബോഡി ആൻഡ് അപ്പീൽ പ്രോസസ് ഹാസ് ബീൻ ക്രിയേറ്റഡ് ടു എൻഷുർ ദ അക്കൗണ്ടബിലിറ്റി. അപ്പൊ ഈ 3 പവർ വരുന്നതോടുകൂടി സെബി വളരെ പവർഫുൾ ബോഡി ആയി തീരുന്നത് കൊണ്ട് തന്നെ അതിന്റെ അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, അതിന്റെ ഉത്തരവാദിത്തം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു അപ്പീൽ പ്രോസസ്സും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. For the quasi-judicial functions, there is a Security Appellate Tribunal, which is a 3-member tribunal. അതിന് വേണ്ടിയിട്ട് ഈ ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻസ് എല്ലാം തന്നെ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സെക്യൂരിറ്റി അപ്പാലറ്റ് ട്രിബ്യൂണലിനെ ഫോം ചെയ്തിട്ടുണ്ട്. അതൊരു 3 മെമ്പർ ഉള്ള ഒരു ട്രിബ്യൂണലാണ്. The first SAT was formed in 1995. 1995 സാറ്റ് ഫോം ചെയ്യുന്നത് through a notification issued by the central government. Central government issue ചെയ്ത നോട്ടിഫിക്കേഷനിലൂടെയാണ് അത് ഫോം ചെയ്യപ്പെടുന്നത്. SAT is a statutory body established under the provisions of Section 15K of the Securities and Exchange Board of India Act 1992. SEBI Act 1992ന്റെ Section 15Kയിലെ പ്രൊവിഷൻ പ്രകാരം സ്ഥാപിതമായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സാറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണത്? ടു hear and dispose of appeals against ordered passed by SEBI or by an adjudicating officer under the Act. അപ്പോൾ സെബി പാസ്സാക്കിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ആക്ട് പ്രകാരം ഒരു അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ പാസ്സാക്കിയിട്ടുള്ളതോ ആയിട്ടുള്ള ഓർഡറുകൾക്കെതിരായിട്ടുള്ള അപ്പീലുകൾ ഹിയർ ചെയ്യുന്നതിനും ഡിസ്പോസ് ചെയ്യുന്നതിനും, അത് കേൾക്കുന്നതിനും തീർപ്പ് കൽപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ആണ് സാറ്റിനെ ഫോം ചെയ്തിരിക്കുന്നത്. And exercise jurisdiction, powers and authority conferred on the tribunal by or under this act or any other law for the time being in force. ഈ ആക്ട് പ്രകാരമോ 1992 ഈ ഒരു ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ ആ സമയത്ത് പ്രാബല്യത്തിലുള്ള ഒരു നിയമം ഏതാണോ അത് പ്രകാരമോ ട്രിബ്യൂണലിന് നൽകിയിരിക്കുന്ന ആ ഒരു അധികാര പരിധി, ആ അധികാരങ്ങൾ, അതുപോലെ തന്നെ അതോറിറ്റി തുടങ്ങിയവയെല്ലാം തന്നെ എക്സൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കൂടാതെ സെബി മറ്റ് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസേഴ്സ് ഇവർ പാസ്സാക്കുന്ന ഓർഡറുകൾക്കെതിരായിട്ടുള്ള അപ്പീലുകൾ കേൾക്കുന്നതിന്, തീരുമാനമാക്കുന്നതിന് ഒക്കെ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സാറ്റ്. The tribunal is a 3-member body composed of a presiding officer and 2 other members who are to be nominated via a notification by the central government. അപ്പോൾ ഈ ട്രിബ്യൂണൽ എന്ന് പറയുമ്പം അതിനകത്ത് 3 മെമ്പർ മാത്രമാണുള്ളത്. പ്രിസൈഡിംഗ് ഓഫീസർ ഉണ്ട്, പിന്നെ 2 മറ്റ് മെമ്പേഴ്സ് ഉണ്ട്. അവർ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫിക്കേഷനിലൂടെ നോമിനേറ്റ് ചെയ്തിട്ടാണ്. The SAT has only one bench that sits at Mumbai and has jurisdiction over all of India. ഈ സാറ്റിന് ഒരൊറ്റ ബെഞ്ചേ ഉള്ളൂ, അത് മുംബൈയിലാണ് സിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ഇന്ത്യ മൊത്തത്തിൽ അതിന് അധികാരമുണ്ട്. അതിന്റെ അധികാര പരിധി എന്ന് പറയുന്നത് ഇന്ത്യ മുഴുക്കെയാണ്. The SAT has powers to regulate its own procedure, including the places at which it shall have sittings. And sittings ഉള്ള സ്ഥലങ്ങളിലടക്കം അതിന്റെ
പ്രൊസീജിയേഴ്സ് ആൻഡ് നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം സാറ്റിനുണ്ട്. Every proceedings before SAT is deemed to be a judicial proceeding and the tribunal has all the powers of civil court. സാറ്റിന്റെ മുമ്പിലുള്ള എല്ലാ പ്രൊസീഡിങ്സും ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ആയിട്ട് തന്നെയാണ് നമ്മൾ കരുതൽ. കോടതി മുഖാന്തരം നടക്കുന്ന പ്രൊസീഡിംഗ് പോലെ ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ആയിട്ട് തന്നെയാണ് കരുതപ്പെടുക. ആൻഡ് ദ ട്രിബ്യൂണൽ ഹാസ് ഓൾ ദി പവേഴ്സ് ഓഫ് എ സിവിൽ കോർട്ട്. ട്രിബ്യൂണലിന് ഒരു സിവിൽ കോർട്ടിനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കുകയും ചെയ്യും. സാറ്റാണ് നമ്മുടെ ട്രിബ്യൂണൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഒരു ട്രിബ്യൂണലിന് സിവിൽ കോർട്ടിനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കുകയും ചെയ്യും. Then composition of SAT. സാറ്റിൽ വരുന്നവർ ആരൊക്കെയാന്നുള്ളതാണ് പറയുന്നത്. സാറ്റ് കൺസിസ്റ്റ് ഓഫ് എ പ്രിസൈഡിംഗ് ഓഫീസർ ആൻഡ് 2 other members. സാറ്റിനകത്ത് പ്രിസൈഡിംഗ് ഓഫീസറും 2 മെമ്പേഴ്സുമാണ് വരുന്നത്. പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് സാറ്റ് ഷാൾ ബി അപ്പോയിന്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓർ ഹിസ് നോമിനി. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ അയാളുടെ നോമിനിയുടെ കൺസൾട്ടേഷൻ പ്രകാരം സെൻട്രൽ ഗവൺമെന്റാൽ നിയമിക്കപ്പെടുന്ന വ്യക്തിയാണ് പ്രിസൈഡിംഗ് ഓഫീസർ സാറ്റിന്റെ. The 2 members shall appointed by the central government. ഇതിന്റെ ബാക്കിയുള്ള 2 മെമ്പേഴ്സിന് സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് നേരിട്ട്. ക്വാളിഫിക്കേഷൻ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ. പ്രിസൈഡിംഗ് ഓഫീസറുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എ സിറ്റിംഗ് ഓർ റിട്ടയർഡ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിലെ സിറ്റിംഗ് നിലവിലുള്ള ജഡ്ജാവാം അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജാവാം. എ സിറ്റിംഗ് ഓർ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. ഹൈക്കോർട്ടിലെ സിറ്റിംഗ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു ചീഫ് ജസ്റ്റിസ് ആവാം. എ സിറ്റിംഗ് ഓർ റിട്ടയർഡ് ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ട് who has completed at least 7 years of service as a judge in high court. ഹൈക്കോർട്ടിലെ ഒരു ജഡ്ജി ആവാം, അതായത് സിറ്റിംഗ് ആവാം അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ് ആവാം. പക്ഷെ അദ്ദേഹം ഹാസ് കംപ്ലീറ്റഡ് അറ്റ്ലീസ്റ്റ് 7 years of service as a judge in high court. ഹൈക്കോടതിയിൽ തന്നെ ജഡ്ജായിട്ട് ഒരു 7 വർഷത്തെ സർവീസ് അദ്ദേഹത്തിന് ചുരുങ്ങിയതുണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുക. ദെൻ മെമ്പേഴ്സ് ആകുമ്പോഴേ ദ മെമ്പേഴ്സ് മേ ബി ഈസ് എ പേഴ്സൺ ഓഫ് എബിലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് സ്റ്റാൻഡിംഗ്. അതായത് കഴിവും സമഗ്രതയും നിലപാടും ഒക്കെ ഉള്ള വ്യക്തിയായിരിക്കണം. ഹി ഹാസ് ഷോൺ കപ്പാസിറ്റി ഇൻ ഡീലിംഗ് വിത്ത് പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആൻഡ് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് കോർപ്പറേറ്റ് ലോ, സെക്യൂരിറ്റീസ് ലോസ്, ഫിനാൻസ്, ഇക്കണോമിക്സ് ആൻഡ് എക്കോണമിക്സ്. അദ്ദേഹത്തിന് സെക്യൂരിറ്റീസ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഡീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ലോ, സെക്യൂരിറ്റീസ് ലോ, ഫിനാൻസ്, ഇക്കണോമിക്സ്, അക്കൗണ്ടൻസി ഇതിലെല്ലാം ക്വാളിഫൈഡ് ആയിരിക്കണം. അതിലെല്ലാം എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് സെൻട്രൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ആയിട്ട് നോമിനേറ്റ് ചെയ്ത് അപ്പോയിന്റ് ചെയ്യുന്നത്. ടെനർ, കാലാവധി എത്രയുണ്ടോ നോക്കാം. പ്രിസൈഡിംഗ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ഏർലിയർ ഓഫ് ദി 2, താഴെ പറയുന്നതിൽ ഏറ്റവും ഫസ്റ്റ് ഏതാ വരുന്നത് അത്രയും കാലമാണ് അവർക്ക് ഈ ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റുക. 5 years അറ്റ് എ ടൈം ഓർ റീ അപ്പോയിന്റ്മെന്റ്. പിന്നെ 5 വർഷത്തെ ഒരു പീരിയഡ്, അത് ഒരു തവണ 5 വർഷമാണ്. റീ അപ്പോയിന്റ്മെന്റ് വഴി 5 വർഷം. 68 വയസ്സ്. അപ്പം 5 വർഷമോ 68 വയസ്സോ ഏതാണ് നേരത്തെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയും കാലമാണ് അവർക്ക് അവിടെ കാലാവധി ഉണ്ടാവുക. ദെൻ മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏർലിയർ ഓഫ് ദി 2, താഴെ പറയുന്നതിൽ ഫസ്റ്റ് ഏതാ സംഭവിക്കുന്നത് വെച്ചാൽ അത്രയും സമയമാണ് അവരുടെ പീരീഡ്. 5 years അറ്റ് എ ടൈം ഓർ റീ അപ്പോയിന്റ്മെന്റ്. ഒരു സമയത്ത് 5 വർഷം അല്ലെങ്കിൽ റീ അപ്പോയിന്റ്മെന്റ് വഴി 5 വർഷം. 62 വയസ്സ്. ഇതിൽ ഏതാണ് നേരത്തെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയും വരെയൊക്കെയാണ് അവർക്ക് ഈ സാറ്റിലുള്ള അവരുടെ ആ ഒരു ടൈം എന്ന് പറയുന്നത്. ദെൻ പവേഴ്സ് ഓഫ് സാറ്റ്. സാറ്റിന്റെ പവേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ദ സെക്യൂരിറ്റീസ് അപ്പാലറ്റ് ട്രിബ്യൂണൽ ഷാൾ ഹാവ് for the purpose of discharging their functions under this Act, the same powers as are vested in a civil court under the Code of Civil Procedure while trying a suit in respect of the following matters. So, Securities Appellate Tribunal ഉണ്ട് for the purpose of discharging their function under this Act. ഈ ആക്ട് പ്രകാരമുള്ള അവരുടെ ഫങ്ഷൻസ് എല്ലാം തന്നെ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് the SAT shall have the same powers as are vested in civil court under the Code of Civil Procedure. Code of Civil Procedure പ്രകാരം ഒരു സിവിൽ കോർട്ടിൽ വെസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിവിൽ കോർട്ടിനുള്ള പവേഴ്സ് എന്തൊക്കെയാണോ അതുപോലത്തെ പവർ സാറ്റിനും ഉണ്ട്. While trying a suit in respect of the following matters. താഴെ പറയുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്യൂട്ട് കൈകാര്യം ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ അധികാരമാണ് ഉള്ളത്. എന്തൊക്കെയാ നോക്കാം.
summoning and enforcing the attendance of any person and examining him on oath. വ്യക്തികളുടെ അറ്റൻഡൻസ് വിളിക്കുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്യുക. റിക്വയറിംഗ് ദ ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സ്, ഡോക്യുമെന്റുകൾ കണ്ടെത്തുകയും അത് അവതരിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യത്തിൽ. റിസീവിംഗ് എവിഡൻസ് ഓൺ അഫിഡാവിറ്റ്, സത്യപ്രസ്താവനയുടെ ഇതിന്റെ തെളിവ് റിസീവ് ചെയ്യുന്നിടത്ത്. ഇഷ്യൂയിങ് കമ്മീഷൻസ് ഫോർ ദി എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ഓർ ഡോക്യുമെന്റ്സ്, ഡോക്യുമെന്റുകൾ അല്ലെങ്കിൽ തെളിവുകൾ ഒക്കെ തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മീഷൻ ഇഷ്യൂ ചെയ്യുന്നിടത്ത്. റിവ്യൂയിങ് ഇറ്റ്സ് ഡിസിഷൻസ്, അതിന്റെ തീരുമാനങ്ങൾ പുനഃപരിശോധന നടത്തുന്ന സമയത്ത് അവലോകനം ചെയ്യുന്നിടത്ത്. ഡിസ്മിസിംഗ് ആൻ അപ്ലിക്കേഷൻ ഫോർ ഡീഫോൾട്ട് ഓർ ഡിസൈഡിംഗ് ഇറ്റ് എക്സ് പാർട്ടെ, ഡിസ്മിസിംഗ് ആൻ അപ്ലിക്കേഷൻ ഫോർ ഡീഫോൾട്ട് ഓർ ഡിസൈഡിംഗ് ഇറ്റ് എക്സ് പാർട്ടെ, ഡീഫോൾട്ട് ഉള്ള ഒരു അപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുക്കുന്നതിന്. സെറ്റിംഗ് അസൈഡ് എനി ഓർഡർ ഓഫ് ഡിസ്മിസൽ ഓഫ് എനി അപ്ലിക്കേഷൻ ഫോർ ഡീഫോൾട്ട്, ഡീഫോൾട്ട് അപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്യുന്നതിനുള്ള ഏതെങ്കിലും ഒരു ഓർഡർ മാറ്റിവെക്കുന്നതിനോ ഓർ എനി ഓർഡർ പാസ്ഡ് ബൈ ഇറ്റ് എക്സ് പാർട്ടെ, അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് എന്തെങ്കിലും ഒരു ഓർഡർ പാസ്സാക്കുന്നതിനോ. എനി അതർ മാറ്റേഴ്സ് വിച്ച് മേ ബി പ്രിസ്ക്രൈബ്ഡ്, രക്ഷിക്കാവുന്ന മറ്റ് കാര്യങ്ങൾ. അപ്പൊ ഇതിലെല്ലാം തന്നെയും ആണ് സെബിക്ക് അധികാരം, സാറ്റിന് അധികാരം ഉള്ളത്. ദെൻ അപ്പീൽ ടു സാറ്റ്, സാറ്റിന് അപ്പീൽ ആർക്കൊക്കെ കൊടുക്കാന്നുള്ളതാണ്. എനി പേഴ്സൺ അഗ്രീവ്ഡ് ബൈ ആൻ ഓർഡർ ഓഫ് സെബി മെയ്ഡ് അണ്ടർ ദി ആക്ട്, ആക്ട് പ്രകാരം സെബി മെയ്ഡ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഓർഡർ പ്രകാരം പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിക്ക്. ബൈ ആൻ ഓർഡർ മെയ്ഡ് ബൈ ആൻ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ അണ്ടർ ദിസ് ആക്ട്, ഈ ആക്ട് പ്രകാരം ഏതെങ്കിലും ഒരു അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ നടത്തിയ ഒരു ഓർഡറാൽ ഒരു പ്രയാസം ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിക്ക്. മേ പ്രിഫർ ആൻ അപ്പീൽ ടു സാറ്റ് ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ ഇൻ ദ മാറ്റർ, ആ ഒരു വിഷയത്തിൽ അധികാര പരിധിയുള്ള ഒരു സാറ്റിലേക്ക് അപ്പീൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സാറ്റിനെ കുറിച്ച് പറയാനുള്ള വളരെ ചെറിയൊരു വീഡിയോ ആണത്. അപ്പോൾ എല്ലാവരും കാണാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ